വ്യവസായി CJ റോയിയുടെ സംസ്കാരം അല്പസമയത്തിനകം ബംഗളൂരുവിൽ നടക്കും. ബംഗളൂരുവിലെ റിസോർട്ടിലാണ് സംസ്കാരം. പള്ളിയിൽ സംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയായി. ഞങ്ങളുടെ പ്രതിനിധി അബ്ദുൾ റഹീം കർണാടകയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അബ്ദുൾ റഹീം, അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ. ഇപ്പോൾ നിലവിൽ CJ റോയിയുടെ പള്ളിയിലെ അന്തിമ ശുശ്രൂഷകൾ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ ദിനഘട്ടിലുള്ള നേച്ചർ റിസോർട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ശരീരം എത്തിക്കും. ഇവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ്. അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ള അല്പസമയത്തിനകം തന്നെ പള്ളിയിൽ നിന്നും മൃതദേഹം അദ്ദേഹത്തിന്റെ ഈ ഒരു റിസോർട്ടിലേക്ക് എത്തിക്കും. നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം, അതായത് അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇവിടെ തന്നെ അന്ത്യവിശ്രമം കൊള്ളണം എന്നുള്ളതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സ്ഥലത്ത് തന്നെ അന്ത്യവിശ്രമത്തിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും അല്പസമയത്തിലേക്ക് തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കും എന്നുള്ളതാണ്. പള്ളിയിലെ ശുശ്രൂഷകൾ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിട്ടുമുണ്ട്. കൂടാതെ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ അവസാനിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പരിശോധനകൾ തുടരുകയാണ്. കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ഇതിനോടകം തന്നെ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് SIT സംഘത്തെ രൂപീകരിക്കുകയും ഈ അന്വേഷണം SITക്ക് കൈമാറുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ SIT ഉദ്യോഗസ്ഥർ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഫോണുകൾ, അതായത് CJ റോയിയുടെ 2 ഫോണുകൾ ഇപ്പോൾ നിലവിൽ ഈ അന്വേഷണ സംഘത്തിന്റെ കൈവശമുണ്ട്. ഈ ഫോണുകൾ തുറന്ന് പരിശോധിക്കാൻ വേണ്ട നടപടിക്രമങ്ങളിലേക്ക് ഇവർ നീങ്ങുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതുവരെയും അതിന്റെ ലോക്ക് തുറന്ന് പരിശോധിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഏതായാലും IT വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയല്ല റോയിയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇതുവരെയും SITയുടെ കണ്ടെത്തൽ. അതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള ചില ദൃശ്യങ്ങൾ SITക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുകയും ചെയ്തത്. രേഖകളായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയായിരുന്നു അന്ന് ഈ ഉച്ചയോടുകൂടി ഓഫീസിലെത്തിയ ആദായ നികുതി വകുപ്പ് ചെയ്തിരുന്നത്. അത് വളരെ സൗഹൃദപരമായിട്ടാണ് CJ റോയുമായി അവർ ഇടപെട്ടത് എന്നുള്ളതും കൂടി ആദായ നികുതി വകുപ്പ് ഇന്നലെ തന്നെ അതിൽ സംബന്ധിച്ചൊരു വിശദീകരണം അവർ പറഞ്ഞിരുന്നതാണ്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ CJ റോയുടെ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തള്ളുന്ന തരത്തിലുള്ള വിവരങ്ങൾ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ അതിനെ പറയേണ്ടി വരും. ഏതായാലും SIT പരിശോധന തുടരുന്ന സാഹചര്യത്തിൽ റോയിയുടെ മരണത്തിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നതിലൊരു വ്യക്തത ഇനിയും കൈവരേണ്ടതുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ SIT കൂടുതൽ ദുരൂഹതകൾ മാറേണ്ടതുണ്ട്, കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും വലിയ ആശങ്കാജനകമായ, വേദനാജനകമായ ഒരു വാർത്തയാണ്. വ്യവസായി CJ റോയിയുടെ സംസ്കാരം അല്പസമയത്തിനകം ബംഗളൂരുവിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ശുശ്രൂഷകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അബ്ദുൾ റഹീമാണ് വിശദാംശങ്ങൾ നൽകിയത്.